ശ്വാസം എടുക്കാം. നമ്മുടെ നാടെന്നൊരു സന്തോഷമാണ്. മറ്റേത് അങ്ങനെയല്ല, പ്രശ്നം ഉണ്ടായാൽ പ്രോബ്ലമാണ്. അപ്പം അവിടെ സോറി അപ്പോൾ എനിക്ക് പ്രത്യേക അതുകൊണ്ട് ഇവിടെ വന്നൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം ടോമിജിയോട് പറഞ്ഞു. ടോമിജി ഡിസ്ട്രിക്ട് പ്രസിഡന്റിനോട് പറഞ്ഞു. ടു ദ പോയിന്റിലേക്ക് കയറാം. നമ്മൾ ആദ്യം തന്നെ ഫാർമേഴ്സ്, കൃഷിക്കാരെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കൃഷിക്കാരെന്ന് പറയുന്നത്? 20 മിനിറ്റ് എനിക്ക് ടൈമുള്ളൂ. കൃഷിക്കാരെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കൃഷി ചെയ്യുന്നവരാണ് അതോ കൃഷിസ്ഥലം ഉള്ളവരാണോ? ഡിക്ഷണറിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കൃഷിസ്ഥലം ഉള്ളവർ. പക്ഷേ നമ്മളുടെ പാർട്ടി ഇത് വെച്ചിട്ട് നോക്കിയാൽ കിസാൻ കോൺഗ്രസ് വെച്ചാൽ കൃഷി ചെയ്യുന്നവരും ലേബറേഴ്സ്, പണിക്കാരും. പക്ഷെ കർഷക കോൺഗ്രസിനെ വെച്ചിട്ട് കൃഷി ചെയ്യുന്നവർ മാത്രം. അപ്പം നമ്മുടെ വീട്ടിൽ കൂടെ നമുക്ക് കർഷക കോൺഗ്രസിനെ വെച്ച് ചെറിയ കൃഷി കൂടെ ചെയ്യാം, അതുകൂടെ കർഷകനായി. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ ഒരു വക്കീലായിരുന്നു, അത് ഒരു കർഷകനായിരുന്നു. എന്തുകൊണ്ടാണ്? ഇന്നലെ ഒരു കോൺഗ്രസിൻ്റെ വലിയ നേതാവ് എന്നോട് ചോദിച്ചു, നിങ്ങൾ കൃഷിക്കാരനല്ലല്ലോ എന്ന് വെച്ചാൽ റിട്ടയേർഡ് ഗവൺമെൻറ് ജോലിക്കാരനാണ്, കൃഷിക്കാരനല്ലല്ലോ. ഞാൻ പറഞ്ഞു കൃഷിയിലാണ് എന്താ കാര്യം എന്ന് ചോദിച്ചു. ഇല്ല, കൃഷിയിലല്ലല്ലോ കൂടുതൽ വരായില്ലാന്ന്. ഞാൻ പറഞ്ഞു കൃഷിയിലാണ് എൻ്റെ കൂടുതൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തോരുമാണ് എനിക്ക് ശമ്പളം കിട്ടുന്ന കൂടുതൽ കൃഷിയിൽ പോവാം. എനിക്ക് ഒരു 5.5 ഏക്കറേ ഉള്ളൂ, പക്ഷെ പണിക്കാരെ നോക്കണമല്ലോ, ഫാമിലി ഉണ്ട് അവർക്ക്. അപ്പോൾ ഇവിടെ വലിയ നഷ്ടമാണ് കൃഷി. ഇവിടെ ജീവിച്ചിരിക്കുന്നവരെല്ലാം തന്നെ മരിച്ച് ജീവിച്ചിരിക്കുന്ന കൃഷിക്കാരാണ്. അതാണ് ആ നേതാക്കന്മാർ, അതാണ് ആ ധൈര്യത്തോടുകൂടി ഇത്രയും നേരമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് അഭിവാദ്യങ്ങൾ നിങ്ങൾക്ക്. ഇവിടെ കൃഷി നശിച്ച് നമ്മൾ ബുദ്ധിമുട്ടുക. പഴയ കാലത്ത് ഇത് തെക്കുംകൂർ രാജാവിൻ്റെ ആയിരുന്നു, കോട്ടയത്തുള്ള ചങ്ങനാശ്ശേരി. അത് കഴിഞ്ഞ് മാർത്താണ്ഡവർമ്മ പിടിച്ചെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആരുടെയോ ഭരണത്തിന് കീഴില്ല. CPM ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും കിട്ടുന്നില്ല. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ നിൽക്കുവാണ്. ഇപ്പം നേരത്തെ പറഞ്ഞു വന്യജീവികളുടെ പ്രശ്നം ഒരു ചാലഞ്ചാണ്, ഞാൻ അതിലേക്ക് കയറുന്നില്ല. ഇനി നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പോപ്പുലേഷൻ ജനസംഖ്യ 35 കോടിയിൽ നിന്ന് 4 ഇരട്ടി കൂടുതലായി. ഇപ്പം എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വനത്തിൻ്റെ പ്രദേശം, നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന പ്രദേശങ്ങൾ കൂടിക്കൂട്ടി അവർ വനമാക്കി മാറ്റും. അപ്പം അതെന്തൊരു അന്യായമാണ്. നമ്മുടെ പോപ്പുലേഷൻ ജനസംഖ്യ 4 തവണ കൂടുമ്പോൾ അവർ വനത്തിൻ്റെ ഏരിയ കേരളത്തിലെ പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്, അത് കുറച്ചിരിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ചാലഞ്ച്. രണ്ടാമത്തെ ചാലഞ്ച് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ കൃഷിക്കാരാണ് കാറില്ലാതെ ഇവിടെ 12 കാറാണ് വന്നേക്കണേ, 190 പേരുള്ള നേരം. അപ്പം നമ്മുടെ കൃഷിക്കാരാണ് പാവങ്ങൾ, വഴി കൂടെ നടക്കുന്നവർ. ആ നടക്കുമ്പോഴത്തേക്ക് നമ്മളുടെ കൃഷിയുടെ ഭക്ഷണം കഴിച്ച് മന്ത്രിസഭയായിട്ട് നമ്മുടെ കൃഷി ഭക്ഷണം കൊണ്ട് അവർ മന്ത്രിമാരായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ആ റോഡിൽ കൂടെ നടക്കുന്ന പട്ടിയെ പോലും ഇവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ആ പട്ടിയെ അഴിച്ചുവിട്ട് നമ്മളെ കടിപ്പിക്കുക. മിനിമം അതിന് നാഗാലാൻഡിലേക്ക് അയച്ചാൽ അവർക്ക് ഭക്ഷണത്തിനെങ്കിലും ആകും. പക്ഷെ അതിനെ കടിപ്പിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ജീവിതം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇനിയും രണ്ടാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ എന്തോ ഒരു ന്യായം കിട്ടും. ഞാൻ പാർട്ട് ടൈം പേഴ്സണായിട്ട് ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ, കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന കോർപ്പറേഷനെതിരെ ഞാൻ പോയിരുന്നു. വാദിച്ചതൊന്ന്, കേസിൽ എഴുതിയതൊന്ന്, പക്ഷെ വിധിന്യായം വേറെ, അതായിട്ട് സംബന്ധമില്ലാത്ത വിധിന്യായം. പലരും തന്നെ ജഡ്ജിമാരും CMP 50-52 ബാർ അഡീഷണൽ CJ ഹൈക്കോർട്ടിലും അത് തന്നെ. നമുക്കറിയാം പാർട്ടി വെച്ചിട്ട് ജഡ്ജിമാരുണ്ട്. നമുക്ക് എവിടെ ന്യായം കിട്ടുന്നു? ആ ന്യായത്തിന് വേണ്ടി അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പത്രത്തിലൊക്കെ കാണും ന്യായം കിട്ടുന്നു, ഒന്നും കിട്ടുന്നില്ല. ഒന്ന് നോക്കിയേ, നമ്മൾ മുസ്ലിംസിന്റെ അയോധ്യ അമ്പലം 500 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അയോധ്യ മോസ്ക, അന്നേ അവർ പണ്ടുള്ളൂ. അതിനു മുമ്പ് അതൊരു അമ്പലമായിരുന്നു. ഇന്ന് വിധി എന്താണെന്നറിയോ? ആ അമ്പലം, അവിടെ അമ്പലം എന്താ വെക്കുക, മോസ്ക് തറുക്കുക. നമ്മളെല്ലാം കൈകൊട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കോടതി വിധിയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, 500 വർഷം മുമ്പ് നമ്മളൊരു പക്ഷേ ഇവിടെ കുട്ടിരാജാക്കന്മാരാണ്. നമുക്ക് തരുമോ ആ സ്ഥലങ്ങളൊക്കെ? നമുക്കവർ തരുമോ? എന്ത് വിധി? ഇതൊക്കെ നമ്മൾ എതിർക്കാനായിട്ട്, ഇതൊക്കെ ഒരു ചാലഞ്ചാണ്. കോടതിയാണെങ്കിൽ നമ്മൾ ചോദിക്കാനായിട്ട് റെഡിയായിരിക്കണം. അതാണ് മൂന്നാമത്തെ ചാലഞ്ച്. ഇനിയും സബ്സിഡിയുടെ കാര്യം, സബ്സിഡി ഇല്ലാതെ ജീവിക്കാന്നൊക്കെ പറയാം. ഇതിന്റെ കളർ എന്താണെന്ന് മാഡം ഒന്ന് പറയാമോ? നമ്മുടെ ഇംഗ്ലണ്ടിലുള്ള പിള്ളേരുടെ മദറാണ്, ഒന്ന് പറയാമോ ഇതിന്റെ കളർ എന്താണെന്ന് ഒന്ന് പറയാമോ പ്ലീസ്?
ഇതൊരു ഒരു ചോദ്യമാണ്. വെള്ള ഇഡ്ഡലി, പക്ഷെ ഇതിന്റെ കളറ് ചുവപ്പാന്ന് പറയുന്നവരും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് കണ്ടിട്ട് അത് പച്ചയാണെന്ന് പറയുന്നവരും ഉണ്ട്. അത് കണ്ടിട്ട് അപ്പൊ അതാണ് ഓരോരുത്തരുടെ അഭിപ്രായം. ഓരോ വയസ്സിലും അവർ പല രീതിയിലാണ് ചിന്തിക്കുന്നത്. നമ്മൾ ആ അഭിപ്രായത്തിന്റെ പുറത്ത് പോകുന്നവരെല്ലാം കർഷക നേതാക്കന്മാര്. അതൊന്നും മനസ്സിലാക്കുക. അപ്പം ഓരോരുത്തരും ഓരോ കാര്യങ്ങളും നമ്മളെ പറഞ്ഞ് ധരിപ്പിക്കും. അത് അവർക്കും നല്ലത്. നമ്മൾ ആലോചിക്കണം നല്ലതാണോ. നമ്മളെന്ന് പറഞ്ഞ നേതാക്കന്മാരല്ല. നമ്മൾ ആരാണെന്നറിയാമോ? ആ സാഹചര്യം അനുസരിച്ച് നേതാക്കന്മാരാകുന്നതാണ് കർഷക കോൺഗ്രസിലെ നേതാക്കന്മാർ. സാഹചര്യം അനുസരിച്ച് പടപൊരുതുവാൻ വേണ്ടി മുന്നോട്ട് പടച്ചട്ടയില്ലാതെ മാറി തിരിച്ചുകൊണ്ട് നടക്കുന്ന ഓരോ വ്യക്തിയും കർഷക കോൺഗ്രസിന്റെ മാത്രമാണ്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ വിജയം. 1920 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു ഔദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് കർഷകരെ കൂട്ടി ഒരു കോൺഫറൻസ് നടത്തി. എന്താണെന്നറിയോ? 1919 മോട്ടിലാൽ നെഹ്റു ആയിരുന്നു അത് AICC പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ ഫാദർ മകന് ഒരു പുതിയ ഡയറക്ഷൻ കൊടുത്തു. 1920 ഇലക്ഷനില് ഇദ്ദേഹം പക്ഷെ ഓൾ ഇന്ത്യ ലെവലിൽ ഔദിൽ തുടങ്ങിയിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ കർഷകരെ കോൺഗ്രസിലേക്ക് കൂട്ടാനായിട്ട് അദ്ദേഹം ടൂർ ചെയ്തു. പക്ഷെ കുറച്ച് മാസങ്ങൾ ജനുവരിയിലായിരുന്നു മീറ്റിംഗ് തോന്നുന്നു. കുറെ മാസങ്ങൾ കഴിഞ്ഞ് 1920 ഇലക്ഷനിൽ എക്സ്ട്രീമിസ്റ്റ് ജയിച്ചു. അന്ന് എക്സ്ട്രീമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാർ. അവർ ജയിച്ചു ഇലക്ഷൻ പാർട്ടിയുടെ. എന്താ കാര്യം? കർഷകരില്ലായിരുന്നു. അത് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ചുറ്റാൻ പോയത് ഇന്ത്യ. ഔദിൽ ആദ്യമായിട്ട് മീറ്റിംഗ് നടത്തി. വേറെ നേതാക്കന്മാർ കൂടെയുണ്ട്. പ്രിസൈഡ് ചെയ്തത്, അധ്യക്ഷ സ്ഥാനം എടുത്തത് ഇദ്ദേഹമായിരുന്നു. അവിടെ നിന്നാണ് കർഷക കോൺഗ്രസിന്റെ തുടക്കം. അങ്ങനെയാണ് കോൺഗ്രസിനെ പ്രബുദ്ധരാക്കിയത്. നോൺ വയലൻസ്, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്ന, നെഞ്ചും വീശി വിരുമാറ് കാട്ടി ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്ന, വെടിയുണ്ടയുടെ മുമ്പിലും ലാത്തിയടിയുടെ മുമ്പിലും പോകുന്ന കോൺഗ്രസ്സുകാർ ആരായിരുന്നു? കർഷകരായിരുന്നു. ഗാന്ധി അവരുടെ കൂടെയായിരുന്നു. ഇനി ഞാൻ അതിനെപ്പറ്റി അതിലേക്ക് കയറുന്നില്ല. അടുത്തത് നമ്മളുടെ ചരിത്രം നോക്കിയാൽ 1938 ഇവിടെ കൊച്ചിയിൽ വെച്ച് ആദ്യമായി ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരനെ തോൽപ്പിച്ച ഒരാളുണ്ടായിരുന്നു, മലയാളിയാണ്. 1938 കർഷകരുടെ പിന്നില് നിന്ന് ഇന്ത്യയിൽ ജയിച്ച ഏകയാള്, അതിനു മുമ്പ് സായിപ്പാ 2 തവണ ജയിക്കുന്നത്, ഏകയാളാണ് VJ മത്തായി. അദ്ദേഹം പറഞ്ഞത്, VJ മത്തായി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ മദ്രാസും തിരുവിതാംകൂറും കൊച്ചിയും കൂടെ അന്ന് സംസ്ഥാനങ്ങളാണ് ഒരുമിച്ച് നിന്ന് റബ്ബറിന്റെ വില കൂട്ടാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. എക്സ്പോർട്ട് നടത്തുന്നതിനും അതിലും ഇമ്പോർട്ട് നടത്തുന്നത് നിർത്താനും. അന്നേ പറഞ്ഞ ഒരു ഐഡിയ. നമ്മൾ പക്ഷെ കർഷക കോൺഗ്രസ് പോലും പല സ്റ്റേറ്റിനെ ചേർത്ത് ഒരുമിച്ച് ഒച്ചയെടുക്കാൻ പറ്റുന്നില്ല. ആ VJ മത്തായിയാണ് നമ്മൾക്ക് 1941 മാർച്ച് 3 കുടിയാൻ അവകാശം. അതായത് നമുക്ക് 200 ഏക്കർ ഉണ്ടെങ്കിലും കൊച്ചി സംസ്ഥാനത്ത് 1691 റിബല്യന് ശേഷം ആർക്ക് വേണമെങ്കിലും സ്ഥലം എടുക്കാം. അതായത് ഈ നമ്പൂരിമാരുടെ പേരിലാണ് കരം കൊടുക്കുന്നത്. പക്ഷെ അവരുടെ എല്ലാ സ്ഥലം ഇവർ ജന്മികളായിരിക്കും, തലമുറകളായിട്ടുള്ളതാണ്. പക്ഷെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് മാറ്റാൻ അധികാരമുണ്ട്. അതില്ല എന്നുള്ളതാക്കാൻ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലം വീടിനടുത്താണെങ്കിൽ ആ സ്ഥലവും അതിനടുത്ത സ്ഥലവും കൃഷി ചെയ്യുവാണെങ്കിൽ അത് നമ്മൾക്ക് മാത്രമാണ്, നമ്മുടെ സ്വന്തമാണെന്നുള്ളത് ആദ്യത്തെ ബില്ല് അവതരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരല്ല. അദ്ദേഹം അന്ന് കോൺഗ്രസ് അവിടെ വന്നിട്ടില്ല, പക്ഷെ കോൺഗ്രസിന്റെ ആളായിരുന്നു. കോൺഗ്രസ് 1938 ഹരിപ്പുര കൺവെൻഷനിലാണ് നാട്ടുരാജ്യങ്ങളിലേക്ക് വരാൻ തീരുമാനിക്കുന്നത്. ഇത് തിരുവിതാംകൂറും അത് കൊച്ചിയാണ്. അതിനു മുമ്പ് സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ, അതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല ഇവിടെ ഉണ്ടായിരുന്നത്. ചരിത്രം പറഞ്ഞു കഴിഞ്ഞപ്പം അതിലേക്ക് കയറിയതാണ്. ഈ നമ്മളുടെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രധാനമന്ത്രി വലിയ സ്നേഹത്തിൽ പറയും പശുവിനെ രക്ഷിക്കുക. രണ്ടാമത് അദ്ദേഹം പറയും ഓർഗാനിക് കൃഷി മാത്രം ഇവിടെ നടത്തുക. ഓർഗാനിക് അറിയാമോ? ജൈവിക് ഭാരത് എന്ന് പറഞ്ഞ് എല്ലാം ഭാരത് എന്ന് ചേർത്തുകൊണ്ട് ജൈവിക് ഭാരത് ഒരു സീല് കാണും. അതാണ് ഓർഗാനിക് എന്ന് പറയുന്നത്. ഇപ്പം അദ്ദേഹം അത് പറയുന്നുണ്ട്, മണ്ണ് രക്ഷിക്കുക. പക്ഷെ അദ്ദേഹം തരുന്ന വെറൈറ്റി ചെടി ഏതാണെന്നറിയോ? ഹൈബ്രിഡ് ചെടിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു 6 മുട്ട തിന്ന് പുഷ്ടിക്കാരനാണ് ഹൈബ്രിഡ്. സാധാരണ ഒരു മെലിഞ്ഞവന് കുത്തിവച്ചിന് കൊടുക്കുന്ന ഭക്ഷണമാണ്
1 കിലോ നൈട്രജൻ, 1 കിലോ ഫോസ്ഫറസ്, 1 കിലോ പൊട്ടാഷ്യം മാനുവർ. ആ മാനുവർ ഇട്ട് രക്ഷപ്പെടുത്താൻ പറയണം. ശരിക്കും നടക്കുമോ നമുക്ക്? അത് നോട്ട് ചെയ്തു. ഒരു ചാലഞ്ചാണ്, നമുക്ക് അവരോട് അറിയിക്കാനുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് നാട്ടുരകങ്ങൾ തരണം, എന്നാൽ ഓർഗാനിക് നടത്താം. വളങ്ങൾ തന്നാൽ നമുക്ക് മുതലാകുന്നില്ല, വലിയ നഷ്ടത്തിൽ പോവാം. ഒരു ഗ്രേ റെവല്യൂഷൻ നടന്നു. വളങ്ങൾ നമ്മൾ കൂടുതലെടുക്കാൻ, മണ്ണ് കേടാവുക. ഇനി എടുത്തെന്ന് തന്നെ ഇരിക്കട്ടെ, നമുക്ക് കാശ് ഒട്ടും മുതലാകത്തില്ല, ഭയങ്കര നഷ്ടത്തിലാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നില്ല നിങ്ങൾ ഓർഗാനിക് നടത്തുക. ഓർഗാനിക് നടത്തണമെങ്കിൽ അതിനുള്ള വെറൈറ്റീസ് ഇല്ല. ഞങ്ങൾക്ക് വളമിടാനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ സബ്സിഡി തരണം. സബ്സിഡി ഇല്ലാതെ സബ്സിഡി ഇല്ലാതെ നമ്മളെ എന്തോരം വാങ്ങാനായിട്ടാണ്. അപ്പം ഞാൻ DCC പ്രസിഡൻ്റെ മുഖം ഒന്ന് ക്ഷീണിച്ചു തുടങ്ങി, എനിക്ക് തോന്നുന്ന സമയമായി. അപ്പം എൻ്റെ 20 മിനിറ്റ്സ് ആയിട്ടില്ല, 5 നിമിഷം കൂടെ ഉണ്ട്. അപ്പം അടുത്ത ചാലഞ്ച് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ ഇതിലും നമുക്ക് പോരാടാനായിട്ട് നിറയുണ്ട്. ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കുന്നില്ല. കടകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കടകളിലെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാധനം നിറയുണ്ട്. അറിയാമോ? നമ്മൾ കടയിൽ പോയി ഓർഗാനിക് എന്നും പറഞ്ഞ് നോക്ക്, ചട്ടിക്കടയിൽ വരെ കിട്ടും. ഇനി സീലും ഉണ്ടാവും. ആ കടയായിട്ട് ഒരു ബന്ധവും, മാനുഫാക്ചർ അഡ്രസ്സ് കാണിക്കുന്നതായിട്ട് ഒരു ബന്ധവും കാണില്ല. ഞാൻ ഒരു ചാണകം വാങ്ങാനായിട്ട് നോക്കി, ഒരു ചാണകം പോലും കടയിൽ, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ്, അറക്കപ്പൊടി ചേർത്ത് മണം വെച്ചിട്ട് തരുവാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ, സത്യമായിട്ട്. അപ്പം ഈ പശുവിനെ ആരാധിക്കുന്ന ആൾക്കാർ ആണല്ലോ നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത്, ഇന്നത്തെ ഭരണകക്ഷി. പക്ഷെ അവരതിനു വേണ്ടി ഒച്ചയെടുത്തിട്ടും ഇന്ന് കൃഷിക്കാരുടെ കയ്യിൽ വയസ്സായിരിക്കുന്ന പശുവിനെ രക്ഷിക്കാനായിട്ട് അവർ നമ്മുടെ ഇന്ന് പശുവിനെ വാങ്ങുന്നുണ്ടോ? നമ്മളുടെ ചോദ്യം അതാണ്. നിങ്ങൾ ഞങ്ങളുടെ പശുക്കളെ വാങ്ങുക, നല്ല വിലയ്ക്ക് വാങ്ങിച്ചോ, ഞങ്ങൾ തരാം, ഞങ്ങൾക്ക് വെട്ടി തിന്നണ്ട, നിങ്ങൾ പൈസ തന്നാൽ മതി, ഞങ്ങൾ പോത്തിനെ തിന്നോളാം. അതിനവർ റെഡിയല്ല. അവർ പ്രശ്നം ഉണ്ടാക്കാനായിട്ട്, പശുവിനെ കൊല്ലാനായിട്ട് അവർ നമ്മളോട് പറയുവാണ്, നിങ്ങൾക്ക് വേറെ പൈസ തരില്ല, നിങ്ങളുടെ പശുക്കളെ അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്താ കഴിക്കാനുള്ളത്? ആ ലെവലിലാക്കി കഴിയും. അവർ വാങ്ങാൻ റെഡിയല്ല. മനസ്സിലാകുന്നുണ്ടോ? അതൊരു വലിയ ചാലഞ്ചാണ്. അവർ വാങ്ങാൻ റെഡിയല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിനെ പശുവിനെ വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ മനുഷ്യനെ വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത ചാലഞ്ച് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെ ഞാൻ BT ജീൻ ഒക്കെ, BT ബാസിലസ് തുറിഞ്ചിയൻസിസ് ജീന്, ക്രൈ ജീൻ 3 എണ്ണം ഉണ്ട്. അതിലുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മുടെ പുതിയ കോട്ടൺ വന്നിരിക്കുന്നത്, ജീനോമിക് കോട്ടൺ. ആ കോട്ടൺ നടക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ റൂൾ വഴി അവിടുത്തെ അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ മുന്നിൽ വെച്ചാണ് ഒരു കമ്മിറ്റി വേണ്ടിയത്. അഗ്രികൾച്ചർ ഓഫീസർ ആ കമ്മിറ്റി മെമ്പറാണ്. പക്ഷേ ഞാൻ അഗ്രികൾച്ചർ ഓഫീസർ ഞാൻ തന്നെ ഒഴിച്ച് കണ്ടുപിടിച്ചാണ് അവിടെ നടന്നത്. അവിടെ നടക്കുന്ന ഈ ജീൻ എക്സ്പെരിമെൻറ്റ് ബാക്കി 2 സംസ്ഥാനങ്ങളിൽ കത്തിച്ചു. ഇവിടെയാണ്, കോയമ്പത്തൂരിലാണ് പിന്നെ നടന്നത്. അപ്പോൾ അവർക്ക് രക്ഷപ്പെടാനായിട്ട് അവർ കോട്ടണിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ വേറെ മരുന്ന് ഉപയോഗിക്കുന്നത്, മോണോക്രോട്ടോഫോസ്. അത് ഈ ബോൾവേമിനെതിരെയുള്ള ആ എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ അത് യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോഴേ ഞാൻ ഇൻഫോം ചെയ്തു, ഇറ്റ്സ് നോട്ട്, അവർക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല. അവസാനം BT ജീൻ സക്സസ് ആയി. കാര്യം എന്താണെന്നറിയോ? കൃഷി നശിച്ചു മറ്റുള്ളവരുടെ. മോണോക്രോട്ടോഫോസ് ഇട്ടിട്ട് ഇതിന് ഉപയോഗിക്കുന്നത്, ബോൾഗാർഡിന് ഉപയോഗിക്കുന്ന മോണോക്രോട്ടോഫോസാണ്. ഇട്ടിട്ട് ഗുണമുണ്ടായില്ല. 400 ചില്ലാനും പേര് ഹൈദരാബാദിൽ സൂയിസൈഡ് ചെയ്തു. എന്താ കാര്യം എന്നറിയാമോ? യൂണിവേഴ്സൽ പെസ്റ്റിസൈഡ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പല കാര്യങ്ങളും യൂണിവേഴ്സൽ പെസ്റ്റിസൈഡ് എന്നും പറഞ്ഞ ഒരെണ്ണം കോയമ്പത്തൂരിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കാശുകാരൻ്റെയാണ്, വലിയ കൗണ്ടറിൻ്റെ. 3 മന്ത്രിമാർ എങ്ങനെ മിനിമം എഴുന്നേറ്റിരിക്കും ഏത് മന്ത്രിസഭയാണെങ്കിലും അവരെ കാണുമ്പോൾ. ആ പെസ്റ്റിസൈഡിൽ നിന്ന് 27,000 ലിറ്റർ കേരളത്തിൽ പാലക്കാട് കൊടുക്കുകയെന്ന് കാണിച്ച് നേരിട്ട് ഹൈദരാബാദിലേക്ക് കൊടുത്തു. അത് ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പം പിന്നെ 1 വർഷം ഞാൻ ആ സ്ഥലം വിട്ട് കോയമ്പത്തൂർ താമസിക്കേണ്ടി വന്നു. ആളെ തീർത്ത് കളയുമെന്ന് പറഞ്ഞു. പിന്നെ അത് 2% വെളിയിൽ ഗവൺമെൻറ് ലാബിൽ കൊടുത്തപ്പോൾ പാസ്സായി. ഞാൻ മറ്റേ ലാബിലും കൊടുത്തു, സ്റ്റെയിൻസിൽ 2% ആയിരുന്നു. 2% മോണോക്രോട്ടോഫോസ് വെച്ച് രക്ഷപ്പെടും. അപ്പം അതുപോലെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടാണ് ഇവൻ BT ജീൻ കൊണ്ടുവന്നത്. BT എല്ലായിടത്തും ഗുണമല്ല, BT ചെറിയ സ്ഥലത്ത് മാത്രം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ കൃഷി ചെയ്താലും നഷ്ടത്തില്ല പൊതുവെ, അല്ലേ?
റബ്ബറും കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ. എങ്ങനെ കൃഷി ചെയ്താലും നഷ്ടം. അപ്പോൾ നഷ്ടമല്ല, നിങ്ങൾക്ക് ഇത്ര രൂപ ലാഭം ഉണ്ടെന്ന് പറയുന്ന ഗവൺമെൻറ് ഉണ്ട്. അവർ അച്ചടിച്ച് തന്നിട്ടുണ്ട് നമുക്ക്. ഇത്ര രൂപ പാഡിയിൽ നിന്ന് വരും. നമ്മൾ പറയണേ അവർ വന്നിട്ട് നമുക്ക് കൃഷി ചെയ്യും. നമ്മൾ അവരുടെ കൂടെ ഒരാൾ പങ്കുകാരാകാം. അവരുടെ ഓഫീസർമാരെ വിടുക. അതാണ് നമ്മുടെ അടുത്ത ആവശ്യം. അവരുടെ ഓഫീസർമാരെ വിട്ട് അവർ പറഞ്ഞ കാശ് ലാഭം മാത്രം ഞങ്ങൾക്ക് തരുക. ഞങ്ങൾ കൂടെയുണ്ട്. നോട്ട് ചെയ്തു. നമ്മുടെ ഒരു ചാലഞ്ചാണ്. അല്ലാതെ നമ്മളെ കൊണ്ട് കൃഷി ചെയ്യിക്കാനായിട്ട് ഇവിടെ ലേബർ കോസ്റ്റ് 1200 രൂപ, അവിടെ 300 രൂപയ്ക്ക് ചെയ്യും. എവിടെ? ബീഹാറിൽ. നമ്മളിവിടെ 1300. അവൻ്റെ സാധനമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും എങ്ങനെയും അടുത്തടുത്ത സംസ്ഥാനത്ത് പോയിട്ട്. ഇവിടെ പച്ചക്കറി നമുക്ക് കിട്ടുന്നുണ്ടോ? നല്ല പച്ചക്കറിയൊക്കെ അടുത്ത സ്ഥലത്ത് പോവാം. മരുന്നില്ലാത്ത പച്ചക്കറിയൊക്കെ അവിടെ പോവാം, മരുന്നുള്ളതൊക്കെ ഇവിടെ വരുക. അതെന്തുകൊണ്ടാണ് കാര്യം? മരുന്നില്ലാത്ത പച്ചക്കറിക്ക് വേണ്ടി അഡ്വാൻസ് കാശ് കൊടുക്കാനും വാങ്ങാനും ഗവൺമെൻറ് കെട്ടിടം മാത്രമേ ഉള്ളൂ, ആളുകളില്ല. ഇനി അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ അടുത്ത് പോയാൽ, ഞാൻ ഒരു ഗ്രൂപ്പിൽ പോയി വൈറ്റിലല്ലേ, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരിക്കലും ആളുണ്ട്, പക്ഷെ ഒരാളെ കാണുള്ളൂ അവിടെ. അത് പറയും, പിന്നെ പറയാമെന്ന് പറയും. സബ്സിഡി ആർക്ക് കൊടുത്തു? ഞങ്ങൾ 10 പേരെ തിരഞ്ഞെടുത്തെന്ന് പറയും. ആർക്ക് കിട്ടുന്നതെന്ന് അറിയില്ല, നമുക്കൊന്നും കിട്ടില്ല. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തോട്ടം എവിടെയാണ് ഉള്ളത്? എനിക്ക് അവിടെ സ്ഥലമുണ്ട്, തോട്ടം ആർക്കുന്നു എന്ന് പറഞ്ഞു മുളന്തുരുത്തി. അപ്പം അവിടെയാണ് ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞു സ്കീം എന്താണെന്ന് അറിയാനായിട്ട് ഇവിടെ ചോദിച്ചാൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ജോലി അതല്ലേ, എന്താണ് സ്കീം കേരളത്തിൽ നടക്കണേ? അവർ പറയില്ല. ഒരുപക്ഷെ സ്കീമേ ഉണ്ടാകത്തില്ല. ഇനി ഒന്നും വേണ്ട, രോഗം വന്നിട്ട് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്. രോഗം വന്നിട്ട് AOs ആണ് ആ വാട്സാപ്പ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു ചെടി മണ്ണിൽ കൂടെ വരുന്ന ഒരു രോഗമാണ്, അല്ല സോറി, ചെടിക്ക് വന്ന ഒരു രോഗമാണ്, മണ്ണിൽ കൂടെ വരുന്ന രോഗമല്ല. പക്ഷേ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ AO പറഞ്ഞു കൊടുത്തേക്കുന്നത് കോണ്ടാക്ട് ഇൻസെക്ടിസൈഡ് ഉണ്ട്, അത് ഇടാനായിട്ട് മണ്ണിലിട്ടാൽ മതിയെന്ന്. അവർക്ക് സ്പ്രെയർ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അത് സാരമില്ല, മണ്ണിൽ ഒഴിച്ചാൽ മതിയെന്ന്. സിസ്റ്റമിക് പോലും അല്ല, വേരിലും കൊണ്ടാക്കൂടെ ഗുണമില്ല. സിസ്റ്റമിക് ആണെങ്കിൽ ഇപ്പോൾ മോണോക്രോട്ടോസൊക്കെ സിസ്റ്റമിക്കാണ്, വെള്ളിലേക്കൊക്കെ പോകും. ഇത് അതുപോലും ഗുണമില്ല. ഇനി വേണ്ട, നമ്മുടെ ഗവൺമെൻറ് മറ്റേ ഗവൺമെൻറ് ഉള്ള കാലത്ത് ഇവിടെ എരിയോഫൈഡ് മൈറ്റ് എന്നും പറഞ്ഞ് തെങ്ങയിലെല്ലാം മണ്ടരി രോഗം ഉണ്ടായിരുന്നു. അതിനെന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതെന്തുകൊണ്ടായെന്നുള്ളത് ഞാൻ കാര്യം പിന്നെ പറയാം, സമയമില്ലാത്തതുകൊണ്ട് പറയണില്ല. പക്ഷെ അതിനെന്താ ചെയ്തതെന്നറിയാമോ? നമ്മുടെ ആൾക്കാർ ഉള്ളി വില കുറച്ച് കിട്ടി വെളിയിൽ നിന്ന്, ഇഷ്ടം പോലെ ചീഞ്ഞ ഉള്ളി. അപ്പോൾ ഒരു പ്രൊഫസറെ കൊണ്ട് എഴുതിച്ചു, ഇതാണ് ബെസ്റ്റെന്ന്, ഇതിന് മരുന്ന്. എന്നിട്ട് നമ്മുടെയൊക്കെ വീട്ടുകളിൽ വന്നിട്ട് അടിച്ചു തന്ന 5 രൂപയാണ് ചാർജ് വാങ്ങിച്ചത് ഒരു തെങ്ങിന്. അത് ഫ്രീ ആയിട്ട് കൊടുത്താൽ കൂടെ ഗുണമുണ്ടോ? അപ്പോൾ തമിഴ്നാട് നല്ലത് ചെയ്തെന്ന് പറയും. തമിഴ്നാട് ചെയ്ത എന്താണെന്നറിയോ? 10% ഇത് മുഴുവൻ പഴയ വിലയ്ക്ക് കിട്ടും, ഇവർ പുതിയ വില കാണിക്കും. മനസ്സിലായോ? ആ ഉള്ളിയും ചതച്ചതൊക്കെ പഴയ വിലയ്ക്ക് കുറേ വാങ്ങും, ചീഞ്ഞതൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പം അതുപോലെ തന്നെ തമിഴ്നാട് കാണിച്ചതെന്ന് വെച്ചാൽ അവിടെ നിംബിസിഡിൻ ഉണ്ടല്ലോ, അത് 1% ചിലവാകാറില്ല. ആ ചിലവാകാത്ത സാധനത്തിന് അവർക്ക് നല്ല കമ്മീഷൻ കിട്ടി. അപ്പോൾ അവിടെ എഴുതി വെച്ചു, ആ നിംബിസിഡിൻ അടിച്ചാൽ രക്ഷപ്പെടും. കർഷകർ വാങ്ങാൻ പോലും ഇല്ല. അപ്പോൾ കുറേ എണ്ണം കേരളത്തിലേക്ക് അത് മറിച്ചു. ഞാനൊക്കെ ഫോഴ്സിബിളായിട്ട് കർഷകരോട് ഇത് ഫ്രീ ആയിട്ട് പിടിക്കുന്നത്. അപ്പം അങ്ങനത്തെ സ്ഥിതിയാണ്. ഇനി ഞാൻ അധികം പറയണില്ല. ഞാൻ പറയുക, സീഡ്സ്, പെസ്റ്റിസൈഡ്, ഫെർട്ടിലൈസർ, ഈ 3 കേസിലും ഞാൻ മാത്രമേ ആൾക്കാരെ ജയിലിലിട്ടിട്ടുള്ളൂ ഇന്ത്യയിൽ. സീഡ്സിൻ്റെ ആദ്യത്തെ കേസ്, ജയിലിലിടുന്ന കേസ് ഞാനാണ് ഇട്ടത്, കേസ് നമ്പർ 1. പക്ഷെ എനിക്ക് സങ്കടം തോന്നിയുകൊണ്ട് അവനെ അത്രയും സ്ട്രോങ് ആയിട്ട് പോയില്ല. അവൻ അടുത്ത കേസ് നമ്പർ 3 ജയിലിലിട്ടു. സാധനം കിട്ടാതെ തന്നെ വേറൊരാൾ പിടിച്ചതാണ്. പിടിച്ചു കഴിഞ്ഞിട്ടും എൻ്റെ ആർഗ്യുമെൻറ്റിൽ ജയിലിൽ പോയി. ആദ്യമായിട്ട് ഫെർട്ടിലൈസർ കമ്പനി അഗേൻസ്റ്റ് EAD പാരി, വലിയ കമ്പനിക്കെതിരെ കേസ് ജയിച്ച ഞാൻ അനലൈസ് ചെയ്ത ഫെർട്ടിലൈസറാണ്. ഇനിയും പെസ്റ്റിസൈഡിൽ ഒരാളെ അകത്തിടേണ്ട വന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമത്തിലൊക്കെ ഈ ഗ്രാമത്തിൽ വിൽക്കുന്നവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ കൊതുകുതിരി ഉണ്ടല്ലോ, കൊതുകുതിരിയും ജിലേബിയും കൂടെ ചേർത്ത് വെക്കും അവിടേക്ക്. ഇത് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് 3 തവണ പറഞ്ഞിട്ടും അവർ റെഡിയല്ല. കൊതുകുതിരി തുറന്നിട്ട് മുട്ടിച്ചു വെക്കും അടുത്തടുത്ത്, അല്ലേ മുട്ടിപ്പോവും അറിയാതെ. അപ്പോൾ പല ഭക്ഷണം അന്നത്തെ കാലത്ത് അത് പറഞ്ഞിട്ടും റെഡിയല്ല. ലാസ്റ്റ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരവരുടെ ജാതി വെച്ചിട്ട് എന്നെ എതിർക്കാൻ നോക്കി. പിന്നെ പോലീസിന് ചോദിച്ചപ്പോൾ പോലീസ് വന്നില്ല. ഞാൻ തന്നെ പോയി, എൻ്റെ കൂടെ ഒരു പിയൂൺ മാത്രം വന്ന് പിടിച്ച് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊടുത്ത് 8 ദിവസം ഉള്ളിലേക്ക് ഇട്ടു. വേറെ വഴിയില്ല, കയ്യിൽ പിടിച്ച് സംസാരിക്കും.
ഞാൻ പറയുന്നത് ഓഫീസേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ അതുപോലെ ജങ്ങനിക്കോട്ടെ ഉള്ളപ്പോൾ നിങ്ങളുടെ കൺസ്യൂമർ അസോസിയേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ സീക്രട്ട് അഡ്വൈസറായിരുന്നു. കർഷകർക്ക് എന്ത് ചെയ്യുമെന്നറിയാം അവർ, അല്ലേ? ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആലോചിക്കും, ഞാൻ ഈ പറയുന്നത് ചാലഞ്ചായിട്ടും കൂടെ മനസ്സിലാക്കാം. കർഷകർക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, അവർ വില ഫ്രീ ആയിട്ട് സാധനം തരും, ഒന്നും ഉണ്ടാകത്തില്ല. ഇപ്പം കിട്ടുന്നത് അത് തന്നെയാണ് ഗവൺമെൻറ്റിൽ നിന്ന്. ഏതെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകത്തില്ല. കറക്റ്റ്, ഇതാ മാഡം പറയുന്നത് ശരിയാണ്. ഞങ്ങളുടെ വീട്ടിലും ചെയ്തു. അപ്പോൾ അന്നൊക്കെ കർഷകർക്ക് വലിയ നഷ്ടം ഉണ്ടാവുക. ഇതിപ്പോൾ കുറച്ചാണ് കൊടുക്കുന്നത്. അന്ന് വലിയ കൃഷിയാണ് ഇവർ ചെയ്യുന്നത്, വാഴ. അവസാനം ഞാൻ ഒത്തുതീർപ്പിന് പോകുന്ന ആൾ ഞാനാണെങ്കിൽ, ഞാൻ ആദ്യം ബേസിക്കലി കർഷകനാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ വിജയ മത്തായി എൻ്റെ അപ്പൻ്റെ അപ്പനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ MLC എൻ്റെ ഫാദറിൻ്റെ ഫാദറാണ്. അപ്പം നമ്മൾ ബേസിക്കലി കർഷകരാണ്, ഒന്നും പേടിച്ചോടുന്നവരില്ല. നമ്മൾ നേരെ കർഷകർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ അവർ രാജിവെച്ച് പോയി. ഇനി അനാലിസിസിലാണെങ്കിൽ ഞാൻ AVT സിങ്ക് സൾഫേറ്റിന് പകരം സിങ്ക് ഓക്സൈഡ് കൊടുത്തത്, അത് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ അത് ക്യാൻസലായി. ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇതൊക്കെ സാധാരണ നടക്കുന്നതാണ്. നമ്മളുടെ കർഷകത്തിൽ കടകളിൽ കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ കണ്ണുമടച്ച് വാങ്ങും. ഇത് നടക്കുന്നതാണ്. വളരെ നന്ദി. ഞാൻ അധികം എടുക്കണില്ല, 20 മിനിറ്റായി. താങ്ക് യു വെരി മച്ച്.